നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉടനെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. മേ ബി നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ട് ഒത്തിരി നാളുകളായിട്ടുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നത് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇനിയും വെയിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എനിക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമോ? ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിലുള്ളതായിട്ട് കാണുന്നുണ്ട്. ഒത്തിരി നാളുകളായിട്ട് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു വെയിറ്റിംഗ് ഗെയിമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് നാളുകളായിട്ടും ഈ പേഴ്സണിൽ നിന്നുമുള്ള റെസ്പോൺസ് ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല. മേ ബി നിങ്ങൾ ഈ വ്യക്തിക്ക് ഒത്തിരി നാൾ മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ടാവാം, ഈ വ്യക്തിയെ കോൾ ചെയ്യുന്നുണ്ടാവാം. അപ്പോഴെല്ലാം അവർ നിങ്ങളെ പല രീതിയിലും അവഗണിക്കുന്നതായിട്ട് കാണുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിലുള്ള എക്സ്പെക്റ്റേഷൻ പോലും എൻഡ് ആയി പോയതായിട്ടാണ് കാണുന്നത്. പക്ഷേ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് വലിയ വലിയ മാറ്റങ്ങളാണ് വരുന്നത് എന്നാണ് കാണുന്നത്. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. മേ ബി നിങ്ങൾ ഡ്രീംസിൽ ഈ വ്യക്തിയെ കാണുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ റിയൂണിയൻ ഉണ്ടായതായിട്ട് നിങ്ങൾ ഡ്രീം കാണുന്നുണ്ടാവാം. ഈ വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആവുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവാം. അതെല്ലാം ഈ റിയൂണിയൻ പോസിബിലിറ്റി ആണ്, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷനെ ആണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നു. ഓക്കെ, നിങ്ങൾ പോലും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ അത്രയധികമായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു സ്റ്റെബിലിറ്റിയാണ് ഈ റിലേഷൻഷിപ്പിൽ വരുന്നത് എന്നാണ് കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ പലരും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനൊരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യം, ഈ ഒരു നിമിഷം വരെയും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം സഫലമാകുന്നു എന്നുള്ള ഒരു മാറ്റമാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, ആൻഡ് ഡെഫിനറ്റ്ലി അത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിയൂണിയൻ തന്നെയാണെന്നാണ് ഇവിടെ കാണുന്നത്. ലൈഫിൽ നിങ്ങൾ ആ വ്യക്തിയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ പോലും ആ വ്യക്തി ഒരിക്കലും നിങ്ങളുടെ കൈവിടില്ല. ഒരിക്കലും നിങ്ങളെ ലൈഫിൽ നിന്ന് വിട്ടു പോകാൻ ആ വ്യക്തി സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ആ വ്യക്തി നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് യെസ്, ഒരു സ്പിരിച്വൽ യൂണിയൻ നിങ്ങൾ തമ്മിൽ ഉടനെ സംഭവിക്കുന്നതാണ്. മേ ബി അത്തരം ഒരു ഇൻറ്റ്യൂഷൻ ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഈ വ്യക്തിയുമായിട്ടുള്ള റിയൂണിയൻ പലരും ഡ്രീമിൽ കണ്ടിട്ടുണ്ട്. ആ ഒരു ഡ്രീം അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റിയിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു ചേഞ്ച് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ സംഭവിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾ കാണുന്നുണ്ടാവാം. ഗ്രീൻ കളർ അട്രാക്ഷൻ തോന്നുന്നുണ്ടാവാം, അതുപോലെ ഗോൾഡൻ കളർ കൂടുതലായിട്ട് അട്രാക്ഷൻ തോന്നുന്നുണ്ടാവാം. ഓക്കെ, ആൻഡ് നമ്പർ 2 ഈസ് സിഗ്നിഫിക്കൻറ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ്. 222 എന്നുള്ള നമ്പർ കാണുന്നുണ്ടാവാം. ഓക്കെ, അതൊക്കെ ഈ ഒരു സ്പിരിച്വൽ യൂണിയനെയാണ് സൂചിപ്പിക്കുന്നത്. മേ ബി നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിയൂണിയൻ പോസിബിലിറ്റി വളരെ കൂടുതലാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ലവ് ബിഗിൻസ്. ഓക്കെ, ഫൈനൽ കാർഡ് തന്നെ വളരെയധികം നമുക്ക് എക്സ്പെക്റ്റേഷൻ തരുന്ന ഒരു കാർഡാണ്. എസ്പെഷ്യലി റെയിൻബോ സയൻസ്, 111, ഇതൊക്കെ ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ കാണുന്നതും ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണോ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ആ ഒരു എനർജി പോകുന്നത്, അതിലേക്ക് കൂടുതൽ ലവ് എനർജി ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇതുവരെ നിങ്ങൾക്ക് നൽകിയിട്ടില്ലാത്ത അത്രയധികമായിട്ടുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്നുള്ള ആ ഒരു പ്രതീക്ഷയെല്ലാം നഷ്ടമായി പോയ ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ ഒരു ലൈഫിൽ ഇത്രയധികം ഒരു മാറ്റം സംഭവിക്കുന്നു, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത അത്രമാത്രമുള്ള ഒരു മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഓക്കെ, യുവർ കമ്മിറ്റ്മെന്റ് ഈസ് ബീങ് ടെസ്റ്റഡ്. ഓക്കെ, നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ നൽകുന്ന ഒരു സമയമായിരുന്നു ഇത്രയും നാളും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് യൂണിവേഴ്സൽ
ഡിസിഷൻസ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ലുക്ക് അറ്റ് യുവർ ബിഗർ പിക്ചർ. ഓക്കെ, നിങ്ങളിലേക്ക് വരുന്ന വലിയ മാറ്റങ്ങൾ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക നിങ്ങളുടെ എന്തൊക്കെയോ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കണം. നിങ്ങളുടെ ആ ഒരു പിക്ചർ തന്നെ മാറിപ്പോവുകയാണ്. നിങ്ങളുടെ ലൈഫിന്റെ പിക്ചർ തന്നെ ചേഞ്ച് ആവുകയാണ്. ഓക്കെ, ബ്രിങ് ലവ് ഇൻ ദ സിറ്റുവേഷൻ. ഈ ഒരു സാഹചര്യത്തിലേക്ക് സ്നേഹം വന്നു ചേരുകയാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നാളും നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അത്രയധികമായിട്ടൊരു ലവ് എനർജിയാണ്. ഈ ഒരു സിറ്റുവേഷനിലേക്ക് അത്രയധികമായിട്ടുള്ള ലവ് എനർജിയാണ് ഫ്ലോ ചെയ്യുന്നത് എന്നാണ് കാണുന്നത്. ആൻഡ് ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീംസ്. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങളിൽ പലരും വളരെ സന്തോഷകരമായിട്ട് ഒത്തിരി ഡ്രീംസ് കണ്ടിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് അത്തരം ഡ്രീംസ് ഉണ്ടാവും. ആ ഒരു ഡ്രീംസിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ നിങ്ങളുടെ മുന്നിൽ സാക്ഷാത്കരിക്കപ്പെടും. നിങ്ങൾക്ക് ആ ഒരു സ്വപ്നം സാക്ഷാത്കാരം ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഒരു ഫലം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും എന്നുള്ള ഒരു മെസ്സേജ് തന്നെയാണ് യൂണിവേഴ്സിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. ഓക്കെ, അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ എന്ന് അവർ നിങ്ങളോട് ചോദിക്കുകയാണ്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ്. ഐ എം കൗണ്ടിങ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് until I can meet you again. Love you. ഓക്കെ, നിങ്ങളെ അവരുടെ ഭാഗ്യമായിട്ടാണ് അവർ കാണുന്നത്. നിങ്ങളെ അവർ കണ്ടുമുട്ടിയത് തന്നെ അവരുടെ ലൈഫിലുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് അവർ കണക്കാക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള മണിക്കൂറുകളും നിമിഷങ്ങളും ദിവസങ്ങളും ഒക്കെ എണ്ണി അവർ കാത്തിരിക്കുകയാണ്. അത്രമാത്രം അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. ഓക്കെ, ഐ വോണ്ട് ടു സീ യു, ഐ തിങ്ക് അബൌട്ട് യു ഡേ ആൻഡ് നൈറ്റ്. ഓക്കെ, നിങ്ങളെ അവർക്ക് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. നിങ്ങളെ നേരിട്ട് കാണാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഓരോ ദിവസങ്ങളിലും രാത്രികളിലും ഒക്കെയും അവർ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ആൻഡ് യു സ്റ്റിൽ ഹോൾഡ് ദ കീ ടു മൈ ഹാർട്ട്. ഐ ലവ് യു സോ വെരി മച്ച്, ലവ് യു എ ലോട്ട്. ഓക്കെ, ഇപ്പോഴും അവരുടെ ഹൃദയത്തിൻ്റെ താക്കോല് നിങ്ങളുടെ കൈകളിലാണ് എന്ന് അവർ വിശ്വസിക്കുകയാണ്. അത്രമാത്രം അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് യു ആർ മൈ കൗണ്ടർ പാർട്ട്. ഓക്കെ, അവരുടെ ആത്മാവിൻ്റെ പകുതിയാണ് നിങ്ങളെന്ന് പോലും അവർ വിശ്വസിക്കുകയാണ്. ഐ ക്യാൻ നെവർ സേ ഇറ്റ് ബട്ട് ഐ ഡു ലവ് യു. ഓക്കെ, എന്തൊക്കെയാണ് അവർ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നതൊന്നും അവർക്ക് നിങ്ങളോട് പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോഴും അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. യു ആർ മൈ സോൾമേറ്റ്, ഐ ലവ് യു അൺകണ്ടീഷണലി. നിങ്ങളെ അവരുടെ സോൾമേറ്റ് ആയിട്ടാണ് അവർ കാണുന്നത്. അത്രമാത്രം അൺകണ്ടീഷണൽ ആയിട്ട് അവർ നിങ്ങളെ പ്രണയിക്കുന്നു എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന messages.